കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് അവരുടെ 4 വർഷത്തെ ശമ്പളം നൽകുമെന്നും കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും NTBCയുടെ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിലാണ് ഈ അറിയിപ്പ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കുവൈറ്റിലെ മാംഗഫിലെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 49 ജീവനക്കാർ മരിച്ച സംഭവം ദൗർഭാഗ്യകരവും വേദനാജനകവുമാണ് എന്നാണ് NBTCയുടെ ഡയറക്ടർ KG എബ്രഹാം അഭിപ്രായപ്പെട്ടത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് പോയി കാണുമെന്നും അവർക്ക് എല്ലാ പിന്തുണയും കമ്പനി നൽകുമെന്നും കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒപ്പം വാർത്താസമ്മേളനത്തിനിടെ അദ്ദേഹം പൊട്ടിക്കരയുകയും ചെയ്തു. തീപിടുത്തത്തിൽ മരിച്ചവരുടെ 4 വർഷത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും അവരുടെ കുടുംബത്തിന് നൽകുമെന്നും KG എബ്രഹാം അറിയിച്ചു. നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ച 8 ലക്ഷം രൂപയ്ക്കും ഇൻഷുറൻസ് തുകയ്ക്കും പുറമെയാണ് ഇത് എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തങ്ങളുടെ പിഴവ് കൊണ്ടല്ല അപകടമുണ്ടായതെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ജീവനക്കാരെ കുടുംബാംഗങ്ങളെ പോലെയാണ് കാണുന്നത്. അപകട വിവരം അറിഞ്ഞതോടെ വീട്ടിലിരുന്ന് കരയുകയായിരുന്നു ഞാൻ. മരിച്ചവരുടെ കുടുംബങ്ങളെ കമ്പനി സംരക്ഷിക്കും. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും വീഴ്ചയുണ്ടായെന്നാരും പറഞ്ഞിട്ടുമില്ല. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് കുവൈത്ത് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടതായിരുന്നു. ജീവനക്കാർക്ക് എയർ കണ്ടീഷൻ ചെയ്ത ഫ്ലാറ്റാണ് നൽകിയിരുന്നത്. ഇത്തരത്തിൽ 32 ഫ്ലാറ്റുകളാണ് കമ്പനിക്കുള്ളത്. ജീവനക്കാർക്ക് ഭക്ഷണം പാകം ചെയ്തു നൽകാനും വിളമ്പാനും പ്രത്യേക ജീവനക്കാരെ ഏർപ്പെടുത്തിയിരുന്നു. മുറികളിൽ പാചകം ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നും KG എബ്രഹാം പറഞ്ഞിരിക്കുന്നു. എന്തായാലും മരിച്ചവരുടെ 4 വർഷത്തെ ശമ്പളം ആശ്രിതർക്ക് നൽകും. കുടുംബത്തെ കമ്പനി സംരക്ഷിക്കും എന്നാണ് NBTC ഡയറക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.